നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്ന വിഭാഗത്തിലെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുന്നോട്ട് പോകാം. നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, എല്ലാ പോയിന്റുകളും പഠിക്കുന്നു എന്നതിലുപരി ഞാൻ പറയുന്ന സംഭവങ്ങളൊന്ന് കാലക്രമേണ പറയുന്ന സംഭവങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് വെച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കഥ പോലെ ഒന്ന് കേട്ടിരിക്കുക, അതിനുശേഷം പഠിക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് മെമ്മറിയിൽ അത് നിൽക്കും. ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലേക്ക് ആദ്യമായി എത്തിയ ഒരു യൂറോപ്യൻ ശക്തി ഏതാണ്? കേരളത്തിലേക്ക് ആദ്യമായിട്ട് എത്തിയ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ കേട്ടോ. പോർച്ചുഗീസുകാർക്ക് ശേഷമാണ് ഡച്ചുകാർ, പിന്നെ ആരൊക്കെ വരുന്നത്? ബ്രിട്ടീഷുകാരും ഒക്കെ ഫ്രഞ്ചുകാരും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കേരളത്തിലേക്ക് ആദ്യമായിട്ട് എത്തിയ യൂറോപ്യൻ ശക്തികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പം നമ്മൾ കൂടുതലും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കൂടുതലും പോരാടിയിട്ടുള്ളത്. ഇവരെല്ലാം ആദ്യം ഇന്ത്യയിലേക്ക് വരുന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്, വാണിജ്യത്തിന് വേണ്ടിയിട്ടാണ് എവിടേക്ക് വരുന്നത്? ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ അന്നത്തെ രാജാക്കന്മാർ അറിയുന്നില്ല അവർ പിന്നീട് തങ്ങളുടെ അധികാരം വരെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണെന്നല്ലേ. അപ്പോൾ അന്ന് ആ ടൈമിലേക്ക് ഇവിടേക്ക് വരുന്ന പണ്ട് കാലത്തേക്ക് ഇവിടേക്ക് വന്ന വിദേശ ശക്തികൾക്ക് കുറച്ച് രാജാക്കന്മാരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതാണ് പിന്നീട് എന്താകുന്നത്? അവർ അധികാരം കൈക്കലാക്കാനായിട്ടൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്. 1644 AD 1644 കേരളത്തിൽ ആദ്യമായിട്ടൊരു ബ്രിട്ടീഷ് വ്യവസായശാല രൂപപ്പെടുന്നത്. 1644 എത്ര വർഷം മുമ്പാണെന്ന് ആലോചിക്കണം, എത്ര നൂറ്റാണ്ടുകൾ മുൻപാണെന്ന് ആലോചിക്കുക. AD 1644 ബ്രിട്ടീഷുകാർ ഒരു വ്യവസായശാല, അവരുടെ ആദ്യത്തെ വ്യവസായശാല, കേരളത്തിലെ ആദ്യത്തെ വ്യവസായശാല സ്ഥാപിക്കുന്നു. എവിടെയാണ് സ്ഥാപിച്ചത്? വിഴിഞ്ഞത്താണ് കേട്ടോ. വിഴിഞ്ഞത്ത് പണ്ടകശാല, വ്യവസായശാല, ഫാക്ടറി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഫാക്ടറി അഥവാ വ്യവസായശാല എവിടെയായിരുന്നു? വിഴിഞ്ഞത്തായിരുന്നു. ഏത് വർഷം? AD 1644. അപ്പോൾ കാലക്രമേണ അവരിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കച്ചവടങ്ങളും വാണിജ്യങ്ങളും ഒക്കെ ഏർപ്പെടുന്നുണ്ട്, ഓരോ രാജാക്കന്മാരെയൊക്കെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ 1695 ആറ്റിങ്ങൽ റാണിയുടെ അനുമതിയോട് കൂടിയിട്ട് 5 തെങ്ങിൽ അവരൊരു കോട്ട സ്ഥാപിക്കുകയാണ്. ആരാണ്? ബ്രിട്ടീഷുകാർ 5 തെങ്ങിൽ ഒരു കോട്ട സ്ഥാപിക്കുകയാണ് 1695. ആരുടെ സമ്മതത്തോടു കൂടിയാണ്? ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടു കൂടിയാണ്. അപ്പോൾ അവിടെ ആറ്റിങ്ങൽ ഭരിക്കുന്നത് ആരാണ്? ആറ്റിങ്ങൽ റാണിയാണ്. ഉമയമ്മ റാണി എന്ന് പറയും. നമ്മുടെ വേണാട് വംശത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വനിതാ ഭരണാധികാരിയാണ്. അപ്പോൾ ആറ്റിങ്ങൽ റാണിയാണ് എന്ത് ചെയ്യുന്നത്? 1695 ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ ഒരു കോട്ട പണിയാനായിട്ട് അനുമതി കൊടുക്കുന്നത്. അങ്ങനെ അവരവിടെ എന്ത് ചെയ്യുന്നു? ഒരു കോട്ട പണിയുന്നു. അപ്പോൾ അങ്ങനെ 1695 ആറ്റിങ്ങൽ റാണിയുടെ സമ്മതപ്രകാരം 5 തെങ്ങിൽ കോട്ട കെട്ടിയ ബ്രിട്ടീഷുകാർ തദ്ദേശീയരായ ജനങ്ങളോടും ശക്തരായ ഭൂ ഉടമകളോടും കച്ചവടക്കാരോടും നല്ല രീതിയിലായിരുന്നില്ല എന്ത് ചെയ്യുന്നത്? പെരുമാറിയിരുന്നത്. ഓക്കെ, കോട്ട കെട്ടിക്കഴിഞ്ഞതോടുകൂടി ബ്രിട്ടീഷുകാരുടെ സ്വഭാവം എന്ത് ചെയ്തു? മാറാൻ തുടങ്ങി. അവരവിടെയുള്ള ആ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളോടും അവിടെയുള്ള ഭൂ ഉടമകളുണ്ട്, ശക്തരായിട്ടുള്ളവർക്ക് ഒത്തിരി ഭൂമിയൊക്കെ കൈവശമുള്ള ഭൂ ഉടമകളുണ്ട്, അവരോടും പിന്നെ കച്ചവടക്കാരുണ്ട്, അവിടെ തന്നെ തദ്ദേശീയരായിട്ടുള്ള കുറച്ച് കച്ചവടക്കാരുണ്ട്, അവരോടും ഒന്നും പിന്നീട് എങ്ങനെയല്ല ആര് പെരുമാറിയത്? ആ വന്ന ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്? പെരുമാറിയത്. ഓക്കെ, കുരുമുളക് വ്യാപാരത്തിൻ്റെ നിയന്ത്രണവും കുത്തകയും ഒക്കെ എങ്ങനെയും കൈവശപ്പെടുത്തുന്നതിന് അവർ ആറ്റിങ്ങൽ റാണിയെ സന്തോഷിപ്പിക്കുകയും എന്നാൽ നാട്ടുകാരോട് കലഹിക്കുകയും ചെയ്തിരുന്നു. അവർ പ്രധാനമായിട്ടും ചെയ്തത് ഈ കുരുമുളക് കുത്തക തങ്ങളുടെ വരുതിയിലാക്കാൻ വേണ്ടി, തങ്ങളുടെ കൈകളിലാക്കാൻ വേണ്ടി അന്നത്തെ രാജകുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളെയല്ലേ അവർ സമീപിക്കുക. അപ്പോൾ ആറ്റിങ്ങൽ റാണി എന്ത് ചെയ്യുക? പ്രീതിപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ആറ്റിങ്ങൽ റാണിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ റാണി പറയുവാണ് ഇനി മുതൽ കുരുമുളകിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? ഇവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അധികാരം കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ആറ്റിങ്ങൽ റാണിക്കുള്ള ഉപഹാരങ്ങൾ നൽകാനും അവരെ പ്രീതിപ്പെടുത്താനും ഒക്കെയാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നത്. എന്നാൽ അവിടെയുള്ള കച്ചവടക്കാരുമായിട്ട് സ്ഥിരമായിട്ട് എന്തായിരുന്നു? കലഹമായിരുന്നു. സ്വാഭാവികമല്ലേ, നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന സാധനം നമുക്ക് വിൽക്കാൻ കഴിയുന്നില്ല, ബ്രിട്ടീഷുകാർ അതിൽ കയറി ആധിപത്യം സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ കലഹങ്ങൾ രൂപപ്പെടും. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു പ്രശ്നം ആരംഭിക്കുന്നത്. അങ്ങനെ 1697 ആയപ്പോഴേക്കും എന്ത് ചെയ്തു? 5 തെങ്ങിലെ ഈ ബ്രിട്ടീഷ് ഫാക്ടറി അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ആക്രമിക്കുന്നു. അങ്ങനെയാണ് 5 തെങ്ങ് കലാപം നടക്കുന്നത്. ഒന്നുമില്ല, 1695 ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടു കൂടി പണി കഴിപ്പിച്ച 5 തെങ്ങ് കൊട്ടാരം, 5 തെങ്ങ് കോട്ട എന്ത് ചെയ്യുന്നു? 1697 അവിടെയുള്ളവർ എന്ത് ചെയ്യുന്നു? ആക്രമിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? കുരുമുളകിൻ്റെ കുത്തക എന്ത് ചെയ്യുന്നത്?
ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കത്തിലാണ് എന്ത് ചെയ്യുന്നത്, അഞ്ചുതെങ്ങ് കോട്ട ആക്രമിക്കപ്പെടുന്നത്. അതാണ് 1697 എന്തെന്ന് പറയുന്നത്, അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം, ആദ്യത്തെ കലാപമാണ് ഏത്, അഞ്ചുതെങ്ങ് കലാപം. അതൊരു പോയിൻ്റാണ്, ഒരു ക്വസ്റ്റ്യനാണ്. ഒത്തിരി അഞ്ചുതെങ്ങ് കലാപമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പോയിന്റുകളെ പഠിക്കാനുള്ള, ആ പോയിന്റുകളെല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അഞ്ചുതെങ്ങ് കലാപം നടന്ന ജില്ല ഏതാണ്, തിരുവനന്തപുരമാണ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, തിരുവനന്തപുരത്താണ്. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് എവിടെയാണ്, എന്നാണ്, 1695 അഞ്ചുതെങ്ങ് കലാപം നടന്നത് എന്നാണ്, 1697. അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണം എന്താണ്, കുരുമുളക് കുത്തക ബ്രിട്ടീഷുകാർ കൈക്കലാക്കാൻ ശ്രമിച്ചതാണ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ കാരണം. ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാ, ഇംഗ്ലീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്, അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അങ്ങനെ 1697 എന്ത് നടക്കുന്നു, അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നു. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1721, വർഷം ആലോചിച്ച് വെച്ചേക്കുക, 1721. ആ സമയം വേണാട് ഭരിക്കുന്നത് ആരാണ്, ആദിത്യവർമ്മയാണ്. ഓക്കെ, ആ സമയം വേണാട് ഭരിക്കുന്നത് ആരാണ്, ആദിത്യവർമ്മയാണ്. അങ്ങനെ 1721 എന്ത് സംഭവിക്കുന്നു, ആറ്റിങ്ങൽ കലാപം സംഭവിക്കുന്നു. ആറ്റിങ്ങൽ കലാപം എന്താ, കുരുമുളക് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് തർക്കവും മത്സരവും ഒക്കെ ഇങ്ങനെ അഞ്ചുതെങ്ങിലും പരിസര പ്രദേശത്തും ഒക്കെ ശക്തമാവുന്ന ഒരു സമയം. ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഉപഹാരങ്ങൾ നൽകി ആറ്റിങ്ങൽ റാണിയുടെ പ്രീതി സമ്പാദിക്കുന്നതിന് എന്ത് ചെയ്യുന്നു, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, ഈ അഞ്ചുതെങ്ങ് കോട്ട തകർത്തതിന് ശേഷവും ആറ്റിങ്ങൽ റാണിയുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആറ്റിങ്ങലിലെ ശക്തരായിട്ടുള്ള ഭൂ ഉടമകളാണെങ്കിൽ ഇത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ എതിർക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ ആറ്റിങ്ങൽ റാണിക്ക് എന്ത് ഉപഹാരവും നിങ്ങൾ നൽകാവൂ, ബ്രിട്ടീഷുകാർ നൽകാവൂ എന്നുള്ള രീതിയിലൊക്കെ ഭൂ ഉടമകൾ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രതിഷേധമൊക്കെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വകവയ്ക്കാതെ ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിക്ക് വേണ്ട ഉപഹാരങ്ങളുമായിട്ട് ഒരു ചെറിയൊരു ഒരു സംഘം ആറ്റിങ്ങൽ റാണിക്ക് വേണ്ട ഉപഹാരങ്ങളുമായിട്ട് അങ്ങനെ കൊട്ടാരത്തിലേക്ക് നീങ്ങുന്ന വഴിക്ക് അവിടെയുള്ള ജനങ്ങളായിട്ടുള്ള കലാപകാരികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 140ഓളം വരുന്ന ഒരു സംഘമാണ് എന്ത് ചെയ്യുന്നത്, കൊട്ടാരത്തിലേക്ക് റാണിക്ക് ഉപഹാരമായിട്ട് പോയത്. അതിന് നേതൃത്വം നൽകിയത് ഗിഫോർഡ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഗിഫോർഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ റാണിക്ക് ഉപഹാരവുമായി പോയ ഒരു 140 പേരടങ്ങുന്ന ഒരു ബ്രിട്ടീഷ് സംഘത്തെ എന്ത് ചെയ്യുന്നു, അവിടെയുള്ളവർ എന്ത് ചെയ്യുന്നു, ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അവരെ വധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവരെ പൂർണ്ണമായിട്ടും ആക്രമിച്ച് വധിച്ചുകൊണ്ട് അഞ്ചുതെങ്ങ് കോട്ടയൊക്കെ പൂർണ്ണമായിട്ടും ഉപരോധിച്ചു കൊണ്ടുള്ളൊരു വലിയ സമരമായിരുന്നു. അഞ്ചുതെങ്ങ് കലാപത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിയൊരു സമരമായിരുന്നു ഏതെന്ന് പറയുന്നത്, ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്നാണ് വരുന്നത്. ഓക്കെ, ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് ചോദിക്കുവാണെങ്കിൽ അതേതാണ്, ആറ്റിങ്ങൽ കലാപമാണ്. എന്നാൽ ആദ്യ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അതേതാ, അഞ്ചുതെങ്ങ് കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. എന്നാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്? 1721 ഏപ്രിൽ 15-നാണ്. 1721 ഏപ്രിൽ 15-നാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആ സമയത്തെ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മയാണ്. ഇതിനെ തുടർന്ന് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒരു സന്ധിക്ക് വേണ്ടിയിട്ട് ഈ അവിടെയുള്ള ജനങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിലൊക്കെ ഒരു സന്ധി വേണമല്ലോ, അതിനുവേണ്ടി ഒപ്പുവെച്ചൊരു ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത്, വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയുടെ വർഷം 1723-ആണ്. 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അലക്സാണ്ടർ ഓമും പിന്നെ ആരാണ്, നമ്മുടെ വേണാടിന് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മയുമാണ് ഒപ്പുവെച്ചത് കേട്ടോ. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അലക്സാണ്ടർ ഓമും വേണാടിന് വേണ്ടിയിട്ട് ആരാണ് ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മയാണ് ഒപ്പുവെച്ചത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെച്ചാൽ അത് ഗിഫോർഡാണ്. ആരാണ്? ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലാണല്ലോ പോയത്. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? അത് വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയുമാണ് എന്ന് ആലോചിച്ച് വെച്ചേക്കാം. അപ്പോൾ എന്നാ നടന്നത് ആറ്റിങ്ങൽ കലാപം? 1721 ഏപ്രിൽ 15-നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കലാപം നടത്തിയെങ്കിലും അവസാനം ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ അടിച്ചമർത്തി കേട്ടോ. അങ്ങനെ അടിച്ചമർത്തിയ ഈ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ആരാണെന്ന് വെച്ചാൽ തലശ്ശേരിയിൽ നിന്ന് വന്ന ബ്രിട്ടീഷ് സൈന്യമാണ്. ഇത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ തിരുവിതാംകൂറിൽ നടക്കുകയാണ്.
അത് അവരെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വന്ന ബ്രിട്ടീഷ് സൈന്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ കലാപം അടിച്ചമർത്തുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് ആലോചിച്ച് വെച്ചേക്കാം. അതിനുശേഷം നടക്കുന്നതാണ് കുളച്ചൽ യുദ്ധം. ഏതാണ്? കുളച്ചൽ യുദ്ധം. അപ്പോൾ കാലം അനുസരിച്ച് നമ്മൾ പറഞ്ഞു പോവുകയാണ്. 1697 അഞ്ചുതെങ്ങ് കലാപം, 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. അടുത്തത് വരുന്നത് കുളച്ചൽ യുദ്ധമാണ്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. 1741 ഓഗസ്റ്റ് 10 എന്ത് ചെയ്യുന്നത്, കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു എന്ത്, കുളച്ചൽ യുദ്ധം. അപ്പോൾ നമ്മൾ വേണാട് ഉടമ്പടി 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരെന്ന് പറഞ്ഞു? മാർത്താണ്ഡവർമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്, കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുളച്ചൽ യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? ഡച്ചുകാരാണ് പരാജയപ്പെട്ടത്. അപ്പോൾ ഇതുവരെയും നടന്ന യുദ്ധങ്ങളിലെല്ലാം, കലാപങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാർ തന്നെയാണ് ആധിപത്യം സ്ഥാപിച്ചത്. പക്ഷേ എന്നാൽ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ എന്ത് ചെയ്തു, പരാജയപ്പെടുത്തി. അങ്ങനെ യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തുന്ന ഒരു യൂറോപ്യൻ ശക്തി, അതായത് ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ അങ്ങനെയൊക്കെ വരുന്ന യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ രാജാവാണ് ആരെന്ന് പറയുന്നത്, മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡച്ചുകാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ ശക്തിയാണ്. അങ്ങനെ ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യ രാജാവാണ് ആര്, മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യത്തിലെ അധിപൻ അല്ലെങ്കിൽ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? അത് ഡിലനോയി ആയിരുന്നു. ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയി. മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപനാണ് ആര്? ക്യാപ്റ്റൻ ഡിലനോയി. ഏത് യുദ്ധത്തിലൂടെ? കുളച്ചൽ യുദ്ധത്തിലൂടെ. അപ്പോൾ ഈ ക്യാപ്റ്റൻ ഡിലനോയിയെ പരാജയപ്പെടുത്തിയെങ്കിലും സാധാരണ രാജാക്കന്മാരെ പോലെ അയാളെ വധിക്കുകയോ തുറങ്കലിലടയ്ക്കുകയോ ഒന്നും ചെയ്തില്ല മാർത്താണ്ഡവർമ്മ. പകരം എന്താ ചെയ്തത്? യുദ്ധത്തിനിടയിൽ ആ ക്യാപ്റ്റൻ ഡിലനോയിയുടെ ആ ഒരു യുദ്ധമുറകളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്തു, മാർത്താണ്ഡവർമ്മ പഠിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പടയാളികളെ, അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്റ്റനായിട്ട് ആരെ നിയമിക്കുകയും ചെയ്യുന്നു, ഈ ഡിലനോയിയെ നിയമിക്കുകയും ചെയ്യുന്നു. തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കാൻ വേണ്ടി മാർത്താണ്ഡവർമ്മ നിയോഗിച്ച സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ആര്? ക്യാപ്റ്റൻ ഡിലനോയി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന എന്തെന്നാണ്? വലിയ കപ്പിത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന എന്തെന്നാണ്? വലിയ കപ്പിത്താൻ. ഈ മാർത്താണ്ഡവർമ്മ ഇങ്ങനെ നിയമിച്ചതിന് ശേഷം ക്യാപ്റ്റൻ ഡിലനോയി അറിയപ്പെടുന്ന എന്തെന്നാണ്? വലിയ കപ്പിത്താൻ എന്നാണ്. നമുക്കിവിടെ എക്സാം ബേസിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ്? 1741 ഓഗസ്റ്റ് 10. ആരൊക്കെ തമ്മിൽ നടന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. ആരാണ് പരാജയപ്പെട്ടത്? ഡച്ചുകാരാണ് പരാജയപ്പെട്ടത്. യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡിലനോയി. തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കാൻ മാർത്താണ്ഡവർമ്മ നിയോഗിച്ചത് ആരെയാണ്? ഡിലനോയിയാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന എന്തെന്നാണ്? വലിയ കപ്പിത്താൻ എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്തത് കേരളത്തിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് പഴശ്ശി കലാപങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ്? പഴശ്ശി കലാപങ്ങൾ. അപ്പോൾ നമ്മൾ എന്താ പഴശ്ശി കലാപങ്ങൾ എന്ന് പറയുന്നത്? 2 പഴശ്ശി കലാപം നടന്നിട്ടുണ്ടല്ലേ? 2 പഴശ്ശി വിപ്ലവം. 1-ാം പഴശ്ശി വിപ്ലവവും 2-ാം പഴശ്ശി വിപ്ലവവും. അപ്പോൾ നമുക്ക് ആ കാലഘട്ടം ഒന്ന് നോക്കാം. 1-ാം പഴശ്ശി കലാപം നടന്നത് 1793 1797 കാലഘട്ടത്തിലാണ്. 1793 മുതൽ 1797 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത്? 1-ാം പഴശ്ശി കലാപം നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് നടന്നതാണ് 1-ാം പഴശ്ശി കലാപം എന്ന് പറയുന്നത്? തെറ്റായ നികുതി പിരിവ്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തെയും നികുതി പിരിവിനും ഒക്കെ എതിരെ നടന്ന കലാപമാണ് ഇതെന്ന് പറയുന്നത് 1-ാം പഴശ്ശി കലാപം എന്ന് പറയുന്നത്. 2-ാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്നാണ്? 1800 മുതൽ 805 വരെയാണ്. 1800 മുതൽ 805. ഇതിൻ്റെ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുത്തതിനെ തുടർന്നുണ്ടായ കലാപമാണ് 2-ാം പഴശ്ശി കലാപം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 1-ാം പഴശ്ശി കലാപം 1793 മുതൽ 97 വരെ തെറ്റായ നികുതി പിരിവിനെതിരെയായിരുന്നു 1-ാം പഴശ്ശി കലാപം. 2-ാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുത്തതിനെ തുടർന്നുണ്ടായ കലാപമാണ് 2-ാം പഴശ്ശി കലാപം എന്ന് പറയുന്നത് കേട്ടോ. ഈ 1-ാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ കാരണം ചിറക്കൽ രാജാവാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ ജൊനാഥൻ ഡങ്കൻ്റെ ഇടപെടൽ മൂലമാണെന്നും പറയുന്നുണ്ട്. പല രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഒന്നുകിൽ ചിറക്കൽ രാജാവിൻ്റെ ഇടപെടൽ മൂലം, അല്ലെങ്കിൽ ജൊനാഥൻ ഡങ്കൻ്റെ ഇടപെടൽ മൂലമാണെന്ന് ആലോചിച്ച് വയ്ക്കുക. ആരാണ് ജൊനാഥൻ ഡങ്കൻ എന്ന് വെച്ചാൽ ബോംബെ ഗവർണർ ആയിരുന്നു. അന്നത്തെ ബോംബെ ഗവർണർ ആയിരുന്നു എന്ന് ആലോചിച്ച് വെച്ചേക്കാം.
അപ്പോൾ പഴശ്ശി കലാപത്തിൽ പൊതുവായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം അങ്ങനെ പറയാറുണ്ട്. പഴശ്ശി കലാപത്തിൽ പൊതുവായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. പഴശ്ശി യുദ്ധത്തിലെ പഴശ്ശി രാജാവിൻ്റെ യുദ്ധതന്ത്രം എന്തായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? ഗൊറില്ല യുദ്ധമായിരുന്നു. ഗൊറില്ല യുദ്ധം അല്ലെങ്കിൽ അങ്ങനെ ഒളിപ്പോരെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഗൊറില്ല യുദ്ധതന്ത്രമായിരുന്നു ആരുടേത്? പഴശ്ശിയുടെ. പഴശ്ശി രാജാവിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? കോട്ടയം കേരളവർമ്മയാണ് പഴശ്ശിരാജ തമ്പുരാൻ എന്ന് പറയുന്നത്. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പറയുന്നത്. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. അദ്ദേഹത്തിന് മറ്റൊത്തിരി വിളിപ്പേരുണ്ട്. എന്തൊക്കെയുണ്ട്? കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയാറുണ്ട്. കൊട്ടിയോട്ട് രാജ, കേരള സിംഹം, പൈക്ക് രാജ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? പഴശ്ശിരാജയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്? കോട്ടയം കേരളവർമ്മ. അദ്ദേഹത്തിൻ്റെ മറ്റു പേരിൽ എന്തൊക്കെ അറിയപ്പെടുന്നു? കേരളവർമ്മ പഴശ്ശിരാജ എന്നറിയപ്പെടുന്നു. കൊട്ടിയോട്ട് രാജ, പൈക്ക് രാജ, പൈച്ചി രാജ, കേരള സിംഹം എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. ഈ കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ് കേട്ടോ. കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കേരള സിംഹം എന്ന ബുക്കിലൂടെയാണ് സർദാർ KM പണിക്കർ അങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി പഴശ്ശിരാജയുടെ നായർപ്പടയുടെ നേതാവ് ആരാണ്? നായർപ്പടയുടെ നേതാവ് എടച്ചേന കുങ്കനായിരുന്നു. നായർപ്പടയുടെ നേതാവ് എടച്ചേന കുങ്കൻ. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കുറേ പേരുണ്ടായിരുന്നല്ലോ. അതിൽ നായർപ്പടയുടെ നേതാവാണ് ആര്? എടച്ചേന കുങ്കൻ. പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗം ആരാണ്? അത് കുറിച്യരാണ് കേട്ടോ. കുറിച്യര്. പഴശ്ശി കലാപത്തിൽ ആരെ സഹായിച്ച? പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യരെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുറിച്യരുടെ നേതാവ് ആരാണെന്ന് വെച്ചാൽ അത് തലയ്ക്കൽ ചന്തുവാണ്. കുറിച്യരുടെ നേതാവ് ആരാണ്? തലയ്ക്കൽ ചന്തുവാണ്. പഴശ്ശിരാജയുടെ മന്ത്രി ആരാണെന്ന് വെച്ചാൽ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരായിരുന്നു. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജയെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിയോഗിച്ച സൈന്യാധിപനാണ് ആരെന്ന് പറയുന്നത്? ആർത്തർ വെല്ലസ്ലി എന്ന് പറയുന്നത്. ഓക്കെ, പഴശ്ശിരാജയെ അടിച്ചമർത്താൻ വേണ്ടി, പഴശ്ശിരാജയുടെ കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? ആർത്തർ വെല്ലസ്ലി. ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആരെന്ന് പറയുന്നത്? ആർത്തർ വെല്ലസ്ലി. അദ്ദേഹം ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്താണ് ആർത്തർ വെല്ലസ്ലിക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത്? ആർത്തർ വെല്ലസ്ലിക്ക് ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ശക്തരായിട്ടുള്ള 3 ഭരണാധികാരികളെ പരാജയപ്പെടുത്തിയ സൈന്യാധിപൻ, ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി എന്ന് പറയുന്നത്. അതിൽ ഒരാൾ ആരാണെന്ന് മനസ്സിലായി? പഴശ്ശിരാജയാണെന്ന് മനസ്സിലായി. പിന്നെ ഉള്ളത് ടിപ്പു സുൽത്താനും നെപ്പോളിയനാണ് കേട്ടോ. പഴശ്ശിരാജ, ടിപ്പു സുൽത്താൻ, നെപ്പോളിയൻ തുടങ്ങിയ ശക്തരായ രാജാക്കന്മാരെ അല്ലെങ്കിൽ ശക്തരായവരെ പരാജയപ്പെടുത്തിയത് ആരാണ്? ആർത്തർ വെല്ലസ്ലി ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, വെല്ലിംഗ്ടൺ പ്രഭു എന്നൊക്കെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ പഴശ്ശിരാജയെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സൈനിക ഉദ്യോഗസ്ഥനാണ്, സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു 1200 പേരടങ്ങുന്ന ഒരു സേനയൊക്കെ ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. ആരാണ്? കോൽക്കാർ എന്നാണ് അവരെ വിളിക്കുന്നത്. എന്താണ്? കോൽക്കാർ. ആർത്തർ വെല്ലസ്ലിയുടെ സേന അറിയപ്പെടുന്നത് എന്തെന്നാണ്? കോൽക്കാർ എന്നാണ്. 1200 പേരടങ്ങുന്ന ഒരു സേനയാണ്. ഓക്കെ, ഇനി പഴശ്ശിരാജയെ കാട്ടിലേക്ക് പാലായനം ചെയ്യിപ്പിച്ച വ്യക്തി ആരാണ്? പഴശ്ശിരാജയെ കാട്ടിലേക്ക് പാലായനം ചെയ്യിപ്പിച്ചത് തോമസ് ഹാർവേ ബേബറാണ്. അന്നത്തെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന, ആ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവേ ബേബറാണ് എന്ത് ചെയ്യുന്നത്? കാട്ടിലേക്ക് പഴശ്ശിരാജയെ പാലായനം ചെയ്യിപ്പിച്ചത്. ഇദ്ദേഹം തന്നെയാണ് പഴശ്ശിരാജയെ വധിച്ചതെന്നും പറയുന്നുണ്ട് കേട്ടോ. തോമസ് ഹാർവേ ബേബറാണ് പഴശ്ശിരാജയെ വധിച്ചതെന്നും പറയുന്നുണ്ട്. എന്നാൽ ചില പുസ്തകങ്ങളിൽ പഴശ്ശിരാജ ജീവത്യാഗം ചെയ്യുകയായിരുന്നു എന്ന് പറയാറുമുണ്ട്. ഓക്കെ, എന്ത് തന്നെ ആയാലും പഴശ്ശിരാജയെ വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? തോമസ് ഹാർവേ ബേബറാണ്. എന്നാൽ പഴശ്ശി കലാപം അടിച്ചമർത്താൻ വന്നത് ആരാണ്? അത് ആർത്തർ വെല്ലസ്ലിയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ വധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത്. ഓക്കെ, 1805 നവംബർ 30, ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക. വയനാട് ജില്ലയിലെ മാവിലന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് പഴശ്ശിരാജ വധിക്കപ്പെടുന്നത്. 1805 നവംബർ 30. ഓക്കെ, രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം നമ്മൾ പറഞ്ഞു 1800 മുതൽ 1805 വരെയാണെന്ന്. രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ സമയം. ഇതിനിടയ്ക്ക് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് പനമരം കോട്ട യുദ്ധം. അപ്പോൾ ഈ പഴശ്ശി കലാപത്തിൻ്റെ ഭാഗമായിട്ട് നടന്നതാണെന്നും പറയാം. എന്താണ്? പനമരം കോട്ട യുദ്ധം 1802-ലായിരുന്നു. ഓക്കെ, ഇതിന് നേതൃത്വം നൽകിയത് തലയ്ക്കൽ ചന്തു ആണെന്ന് ആലോചിച്ച് വയ്ക്കുക. തലയ്ക്കൽ ചന്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനമരത്താണ് കേട്ടോ. പനമരത്താണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പം പനമരം കോട്ട യുദ്ധം നടന്ന വർഷം എന്നാണ്? 1802 ഓക്കെ, അപ്പോൾ നമ്മൾ പഴശ്ശിരാജയുടെ വിളിപ്പേരുകൾ കുറേ പറഞ്ഞല്ലേ. എന്താണ്? പുരളി ഷെമ്മൻ, പുരളി രാജ എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുരളി മലയുമായിട്ട് ബന്ധപ്പെട്ട് പഴശ്ശിരാജയ്ക്ക് എന്താണ് ബന്ധമുള്ളതുകൊണ്ടാണ്, പുരളി മലയുമായിട്ട് പഴശ്ശിരാജയ്ക്ക് ബന്ധമുള്ളതുകൊണ്ടാണ് നമ്മൾ പുരളി ഷെമ്മൻ എന്നൊക്കെ പഴശ്ശിരാജയെ വിളിക്കുന്നത്. എന്താണ് പുരളിമലയും പഴശ്ശിരാജയും തമ്മിലുള്ള ബന്ധം? പഴശ്ശിരാജയുടെ രഹസ്യ താവളം സ്ഥിതി ചെയ്യുന്നത് ഈ പുരളിമലയിലായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പുരളിമലയിലായിരുന്നു പഴശ്ശിരാജയുടെ രഹസ്യ താവളം എന്ന് പറയുന്നത്. ഓക്കെ,
അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കണ്ണൂർ ജില്ലയിൽ പഴശ്ശി ഡാം ഉണ്ട്. വളപട്ടണം പുഴയിലെ ഡാമിന് എന്ത് പേരാണ് കൊടുത്തേക്കുന്നത്? പഴശ്ശി ഡാം. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിൽ ആണ് പഴശ്ശി ഡാം എന്ന് ആലോചിച്ച് വെച്ചേക്കാം. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് കോഴിക്കോട് ജില്ലയിലാണ്. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂരിലെ വളപട്ടണം പുഴയിൽ. എന്നാണ് പഴശ്ശി ഡാം പണി കഴിപ്പിച്ചത്? 1979 കേട്ടോ. 1979 പഴശ്ശി ഡാം പണി കഴിപ്പിച്ചത്. ഓക്കെ. പഴശ്ശി ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് കേട്ടോ. പഴശ്ശി ശവകുടീരം എന്നോ പഴശ്ശി സ്മാരകം എന്നോ ചോദിച്ചാൽ എവിടെയാണ്? മാനന്തവാടി. പഴശ്ശി സ്മൃതി മന്ദിരം മട്ടന്നൂരാണ്. ഓക്കെ. പഴശ്ശി സ്മൃതി മന്ദിരവും പഴശ്ശി സ്കൂളും സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരാണ്. പഴശ്ശി സ്മൃതി മന്ദിരവും പഴശ്ശി സ്കൂളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മട്ടന്നൂരാണ്. പഴശ്ശിരാജ കോളേജ് എവിടെയാണ്? അത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഓരോന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. എവിടെയാണ്? പുരളിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ്. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ശവകുടീരം മാനന്തവാടി അല്ലെങ്കിൽ പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി സ്മൃതി മന്ദിരം മട്ടന്നൂർ, പഴശ്ശി സ്കൂള് മട്ടന്നൂർ, പഴശ്ശി കോളേജ് എവിടെയാണ്? പഴശ്ശിരാജ കോളേജ് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ്. സഹായിച്ച മറ്റുള്ളവരുണ്ട് കേട്ടോ. ഈ കുറിച്യരുടെ നേതാവ് തലയ്ക്കൽ ചന്തു, നായർ പടയുടെ നേതാവ് എടച്ചേന കുങ്കൻ, ഇവരെ കൂടാതെ ചെമ്പൻ കോക്കർ, കൈത്തേരി അമ്പു തുടങ്ങിയവരൊക്കെ ആരെ സഹായിച്ചവരാണ്? പഴശ്ശിരാജയെ സഹായിച്ചവരാണ് കേട്ടോ. ചെമ്പൻ കോക്കർ, കൈത്തേരി അമ്പു, ചെമ്പൻ കോക്കർ, കൈത്തേരി അമ്പു എന്നിവരും പഴശ്ശിരാജയെ ഈ ഗൊറില്ല യുദ്ധത്തിലൊക്കെ സഹായിച്ചവരാണ് എന്ന് ആലോചിച്ച് വെച്ചേക്കാം. പഴശ്ശിരാജ സിനിമയെക്കുറിച്ച് അറിയാവോ? 2009 പഴശ്ശിരാജ സിനിമ എന്ത് ചെയ്യുന്നത്? ഹരിഹരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങുന്നത് കേട്ടോ. ഹരിഹരൻ്റെ സംവിധാനത്തിൽ 2009 പഴശ്ശിരാജ സിനിമ എന്ത് ചെയ്യുന്നത്? പുറത്തിറങ്ങുന്നത്. അതിൻ്റെ തിരക്കഥ എന്ന് പറയുന്നത് MT വാസുദേവൻ നായരായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഇടയ്ക്ക് മരണപ്പെട്ടുകൊണ്ട് വേണമെങ്കിൽ അത് ചോദിക്കാം. അപ്പോൾ പഴശ്ശിരാജ സിനിമയുടെ തിരക്കഥ ആരാണ് എഴുതിയത്? MT വാസുദേവൻ നായരാണ് എന്ന് ആലോചിച്ച് വയ്ക്കാം. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ 4 സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പിന്നെ ഏതായിരുന്നു? കുളച്ചൽ യുദ്ധം, പിന്നെ പഴശ്ശി കലാപം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയതുകൊണ്ടാണ് ഇത്രയും ക്ലാസ് ലെങ്ത് ആയത്. എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓർത്തിരിക്കത്തുള്ളൂ കേട്ടോ. ഫാക്റ്റുകൾ മാത്രം പറഞ്ഞു പോയാൽ നമുക്കൊരിക്കലും അത് ക്രമത്തിൽ ഓർത്തിരിക്കാനായിട്ട് കഴിയത്തില്ല. ക്ലാസ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതിൻ്റെ തുടർന്നുള്ള പാർട്ടുകൾ ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ക്ലാസ്സിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോരായ്മകളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. താങ്ക്